അടുത്ത കാലത്തായി സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള മീഡിയം ഹെവി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വാർത്ത നമ്മൾ അറിയുന്നുണ്ട്. അപകടം നടന്ന ഉടൻ തന്നെ ഇതിലെ ഡ്രൈവർമാരിൽ ചിലരെങ്കിലും അവകാശപ്പെടുന്നത് വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ടാണ് അപകടം നടന്നതെന്നാണ്. എയർ ബ്രേക്ക് ഘടിപ്പിച്ച വാഹനങ്ങളിൽ എയർ ബ്രേക്ക് ഫെയിലിയർ ആയി എന്നതാണ് ഇവർ പറഞ്ഞു വരുന്നത്. എന്നാൽ എയർ ബ്രേക്ക് സിസ്റ്റം ഫെയിലിയർ ആകുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഒരു വാഹനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് സർവീസ് ബ്രേക്കും അതേപോലെ പാർക്കിംഗ് ബ്രേക്കും ഉണ്ട്. സർവീസ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് വാഹനം നിർത്തുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ വേഗത നിയന്ത്രിക്കുന്നതിനുമാണ്. എന്നാൽ പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ സർവീസ് ബ്രേക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ തകരാറിലാകുന്ന പക്ഷം ആ വാഹനം സുരക്ഷിതമായി നിർത്തുന്നതിനുമാണ് പാർക്കിംഗ് ബ്രേക്ക് നമ്മളെ സഹായിക്കുന്നത്. ചിലതരം വാഹനങ്ങളിൽ എൻജിൻ എക്സോസ്റ്റ് ബ്രേക്ക് കൂടി മറ്റ് ബ്രേക്കിനെ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എയർ ബ്രേക്ക് സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എയർ ഉണ്ടെങ്കിലും എയർ ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു ബ്രേക്ക് ഇതിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്നുള്ളതാണ്. എയർ ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ വാഹനം നിർത്താൻ കഴിയും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എയറിലേക്ക് വന്ന് എയർ ഇല്ലാത്തൊരു പക്ഷം വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ആ വാഹനത്തെ നമുക്ക് വേഗത നിയന്ത്രിച്ച് ഒരു സുരക്ഷിതമായ സ്ഥലത്ത് നിർത്താനും കഴിയും. ഇതൊരു ഫുൾ എയർ എസ്കാം ബ്രേക്ക് സംവിധാനമുള്ള ഒരു വാഹനത്തിൻ്റെ ചേസിസ് ആണ്. ഈ കാണുന്നത് ഈ വാഹനത്തിൻ്റെ എയർ കംപ്രസറാണ്. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ എയർ കംപ്രസർ നിർമ്മിക്കുന്ന കംപ്രസ്ഡ് എയർ ഡ്രൈയിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റിലെത്തുന്നു. അവിടെ നിന്ന് ലൈനുകൾ വഴി ടാങ്കുകളിലേക്ക് എത്തുന്നു. ഈ ടാങ്കിന് 2 അറകളാണുള്ളത്. ഒരറ ഫ്രണ്ട് വീലിലേക്കും ഈ അറ റിയർ വീലിലേക്കുമാണ് ഉള്ളത്. എയർ ടാങ്കിൽ നിന്നും വരുന്ന എയർ ഡ്യുവൽ ബ്രേക്ക് വാൽവിലേക്ക് എത്തുന്നു. ഈ ഡ്യുവൽ ബ്രേക്ക് വാൽവ് ഡ്രൈവർ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്നും എയർ ലൈനുകൾ നേരെ വീലുകളിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിച്ച ഡ്രൈയിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് തന്നെയാണ് ഈ ഇരിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ ഭാഗമായ ഈ ക്വാഡ്രപ്പിൾ സിസ്റ്റം പ്രൊട്ടക്ഷൻ വാൽവിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. എയർ ബ്രേക്ക് സിസ്റ്റത്തെ ഹെൽത്തിയായി നിലനിർത്തുന്നത് ഈ യൂണിറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇതിൽ തന്നെ 4 പോർട്ടുകളുണ്ട്. ഒരു പോർട്ട് ഫ്രണ്ട് ബ്രേക്കിനും, അടുത്ത പോർട്ട് റിയർ ബ്രേക്കിനും, മൂന്നാമത്തേത് ഹാൻഡ് ബ്രേക്കിനും, 4-മത്തേത് ഓക്സിലറി പർപ്പസിനുമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോർട്ട് ലീക്കായാൽ സിസ്റ്റം പ്രൊട്ടക്ഷൻ വാൽവ് ആ ലൈനിനെ കട്ട് ചെയ്യുകയും മറ്റ് 3 ലൈനിലും ആവശ്യത്തിന് എയർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വാഹനത്തിൻ്റെ സർവീസ് ബ്രേക്ക് ഫെയിലിയർ ആകാനുള്ള സാധ്യത തുലവും കുറവാണ്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ 2 ലൈനും ലീക്കായി സർവീസ് ബ്രേക്ക് ഫെയിലിയർ ആയാൽ നമുക്ക് വാഹനം നിർത്താനും എമർജൻസി ആയിട്ട് നിർത്താനും പാർക്ക് ചെയ്യാനും ഹാൻഡ് ബ്രേക്ക് വഴി സാധിക്കും.